ഹലോ ഓൾ, ഏവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ തേർഡ് ഫേസ് എക്സാം ആയി 10th ലെവൽ പ്രിലിംസിന്റെ തേർഡ് ഫേസ് എക്സാം ആണ്. അപ്പോൾ പോകുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് കറണ്ട് അഫയേഴ്സ് നോക്കി വെക്കാം. നമ്മളിപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത് രണ്ടാം ഘട്ട പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള കറണ്ട് അഫയേഴ്സും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും അതുപോലെ നമ്മുടെ PSC ബുള്ളറ്റിനിൽ ചോദിച്ചിട്ടുള്ള 2024 പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സും ഉൾപ്പെടുത്തിയിട്ടാണ് കേട്ടോ. അപ്പോൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി വിജയി ആരാണ്? 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി വിജയി കരിച്ചാൽ ചുണ്ടനാണ്. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി വിജയി. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം എന്തായിരുന്നു? ഭാഗ്യചിഹ്നം നീലു എന്ന കളിവള്ളം തുഴയുന്ന നീലപ്പൊന്മാനാണ് കേട്ടോ. നീലു ആണ് കളിവള്ളം തുഴയുന്ന നീലപ്പൊന്മാൻ. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് എവിടെയാണ്? പുന്നമടക്കായലിലാണ് കേട്ടോ. പുന്നമടക്കായൽ. നെഹ്റു ട്രോഫി വള്ളംകളി പുന്നമടക്കായൽ. 69ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ വിജയി ആരായിരുന്നു? വീയപുരം ചുണ്ടനാണ്. നമ്മളോട് 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ വിജയി ആരാന്ന് ചോദിച്ചു. കാരിച്ചാൽ ചുണ്ടനാണ്. അപ്പൊ 69ാമത് കൂടി നോക്കി വെക്കുക. 69ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ വിജയി വീയപുരം ചുണ്ടനാണ്. അടുത്തത്, പ്രഥമ ഖോ വേൾഡ് കപ്പ് 2025 വേദി എവിടെയാണ്? ഇന്ത്യയിലാണ്. ന്യൂഡൽഹിയിൽ വെച്ചാണ്. പ്രഥമ ഖോ വേൾഡ് കപ്പിന്റെ വേദി ഇന്ത്യയാണ്, ന്യൂഡൽഹി. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഖോ ഗെയിമിന്റെ ജന്മദേശം എവിടെയാണെന്ന് അറിയാമോ? ഖോ ഗെയിമിന്റെ ജന്മദേശവും ഇന്ത്യ തന്നെയാണ് കേട്ടോ. ഒന്ന് കണക്ട് ചെയ്ത് ഓർത്തിരുന്നാൽ മതി. പ്രഥമ ഖോ വേൾഡ് കപ്പിന്റെ വേദി, പ്രഥമ ഖോ വേൾഡ് കപ്പ് 2025 വേദി ഇന്ത്യയാണ്, ഡൽഹി. പ്രഥമ ഖോ വേൾഡ് കപ്പ് 2025 പുരുഷ ടീമിന്റെ വിജയി ആരാണ്? ഇന്ത്യയാണ്. റണ്ണറപ്പ് ആരാണ്? നേപ്പാളാണ്. സെയിം തന്നെയാണ് വനിതാ ടീമിന്റെയും. നോക്കുക, പ്രഥമ ഖോ വേൾഡ് കപ്പ് 2025 വനിതാ ടീമിന്റെ വിജയി ഇന്ത്യയും റണ്ണറപ്പ് നേപ്പാളുമാണ്. അപ്പൊ എളുപ്പമല്ലേ പഠിക്കാൻ? പ്രഥമ ഖോ വേൾഡ് കപ്പ് 2025 പുരുഷ ടീമിന്റെയും വനിതാ ടീമിന്റെയും വിജയി ഇന്ത്യയും റണ്ണറപ്പ് നേപ്പാളുമാണ്. വേദി എവിടെയാണ്? ഇന്ത്യയാണ്. നോക്കിക്കോ, ഒന്ന് റിവൈസ് ചെയ്തേ. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ വിജയി കാരിച്ചാൽ ചുണ്ടനാണ്. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം നീലുവാണ്. നെഹ്റു ട്രോഫി നടക്കുന്നത് പുന്നമടക്കായലിലാണ്. 69ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ വിജയി വീയപുരം ചുണ്ടനാണ്. പ്രഥമ ഖോ വേൾഡ് കപ്പ് 2025 വേദി ഇന്ത്യയാണ്, ന്യൂഡൽഹി. പ്രഥമ ഖോ വേൾഡ് കപ്പ് 2025 പുരുഷ ടീമിന്റെ വിജയ് ഇന്ത്യ, റണ്ണറപ്പ് നേപ്പാൾ. വനിതാ ടീമിന്റെയും വിജയ് ഇന്ത്യ, റണ്ണറപ്പ് നേപ്പാളുമാണ്. ഓക്കെ ആണല്ലോ? ക്ലിയർ ആയല്ലോ? അടുത്ത നോക്കാം. പ്രഥമ ഖോ ലോകകപ്പിൽ ജേതാക്കളായ ഇന്ത്യൻ പുരുഷ ടീമില് ഒരു മലയാളി ഉണ്ടായിരുന്നു. ഏക മലയാളി ആരാണ്? നിഖിൽ ബി ആണ്. നിഖിൽ ബി. പ്രഥമ ഖോ ലോകകപ്പിൽ ജേതാക്കളായ ഇന്ത്യൻ പുരുഷ ടീമിലെ ഏക മലയാളിയാണ് നിഖിൽ ബി. പ്രഥമ കേരള ഒളിമ്പിക്സിന്റെ വേദി എവിടെയാണ്? പ്രഥമ കേരള ഒളിമ്പിക്സിന്റെ വേദി തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം. അങ്ങനെയാണെങ്കിൽ പ്രഥമ കേരള സ്കൂൾ ഒളിമ്പിക്സിന്റെ വേദി എവിടെയാണ്? പ്രഥമ കേരള സ്കൂൾ ഒളിമ്പിക്സിന്റെ വേദി എറണാകുളമാണ്. എറണാകുളം. പ്രഥമ കേരള ഒളിമ്പിക്സിന്റെ വേദി തിരുവനന്തപുരവും പ്രഥമ കേരള സ്കൂൾ ഒളിമ്പിക്സിന്റെ വേദി എറണാകുളവുമാണ്. പ്രഥമ ഫിഫ ക്ലബ്ബ് ലോകകപ്പിന്റെ വേദി എവിടെയാണ്? അത് അമേരിക്കയാണ് കേട്ടോ. പ്രഥമ ഫിഫ ക്ലബ്ബ് ലോകകപ്പിന്റെ വേദി അമേരിക്ക. പ്രഥമ ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിന്റെ വേദി ഡൽഹിയുമാണ്. പ്രഥമ ഫിഫ ക്ലബ്ബ് ലോകകപ്പിന്റെ വേദി അമേരിക്ക. പ്രഥമ ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിന്റെ വേദി ഡൽഹിയുമാണ്. ICC പുരുഷ 2020 ക്രിക്കറ്റ് ലോകകപ്പിന്റെ 2024 വേദി വെസ്റ്റ് ഇൻഡീസ് ആണ്. വെസ്റ്റ് ഇൻഡീസ് US ആണ്. ICC പുരുഷ 2020 ക്രിക്കറ്റ് ലോകകപ്പ് 2024 വേദി വെസ്റ്റ് ഇൻഡീസ് ആണ്. 2024 ഒളിമ്പിക്സിന്റെ വേദി എവിടെയാണ്? പാരീസ് ആണ്. പാരീസ്, ഫ്രാൻസ്. ഓക്കെ, അപ്പൊ നമുക്കിതൊന്ന് റിവൈസ് ചെയ്യാം. പ്രഥമ ഖോ ലോകകപ്പിൽ ജേതാക്കളായ ഇന്ത്യൻ പുരുഷ ടീമിലെ ഏക മലയാളി നിഖിൽ ബി ആണ്. നിഖിൽ ബി. പ്രഥമ കേരള ഒളിമ്പിക്സിന്റെ വേദി തിരുവനന്തപുരം. പ്രഥമ കേരള സ്കൂൾ ഒളിമ്പിക്സിന്റെ വേദി എറണാകുളം. പ്രഥമ ഫിഫ ക്ലബ്ബ് ലോകകപ്പിന്റെ വേദി അമേരിക്ക. പ്രഥമ ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിന്റെ വേദി ഡൽഹിയുമാണ്. അടുത്തത് നമ്മൾ പറഞ്ഞത് ICC പുരുഷ 2020 ക്രിക്കറ്റ് ലോകകപ്പ്. ICC പുരുഷ 2020 ക്രിക്കറ്റ് ലോകകപ്പ് 2024 വേദി US വെസ്റ്റ് ഇൻഡീസ് ആണ്. വെസ്റ്റ് ഇൻഡീസ് ആണ്. 2024 ഒളിമ്പിക്സിന്റെ വേദി പാരീസ് ആണ്, ഫ്രാൻസ്.
അടുത്തത് 2024 ഏഷ്യ കപ്പ് ഫുട്ബോളിന്റെ വേദി എവിടെയാണ്? 2024 ഏഷ്യ കപ്പ് ഫുട്ബോളിന്റെ വേദി ഖത്തറാണ്. 2024 ചെസ് ഒളിമ്പ്യാഡിന്റെ വേദി ബുഡാപെസ്റ്റ് ആണ്. ഹംഗറിയിലെ ബുഡാപെസ്റ്റ് ആണ് 2024 ചെസ് ഒളിമ്പ്യാഡിന്റെ വേദി. 2024 ചെസ് ഒളിമ്പ്യാഡിന്റെ വേദി ബുഡാപെസ്റ്റ്, ഹംഗറി. 2024 പാരാലിമ്പിക്സിന്റെ വേദി പാരീസ് ആണ്. പാരാലിമ്പിക്സിന്റെയും വേദി പാരീസ് ആണ്. ഇനി 70 വയസ്സിന് മുകളിലുള്ള എല്ലാ മുതിർന്നവർക്കും സൗജന്യ ആരോഗ്യ പരിരക്ഷ നൽകുന്ന പദ്ധതിയുടെ പേര് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയാണ് ഈ ഒരു പദ്ധതി. 70 വയസ്സിന് മുകളിലുള്ള എല്ലാ മുതിർന്നവർക്കും സൗജന്യ ആരോഗ്യ പരിരക്ഷ നൽകുന്ന പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. ഈ പദ്ധതിയുടെ ഭാഗമായി വയോധികർക്ക് ഒരു കാർഡ് നൽകുന്നുണ്ട്. ആ കാർഡിന്റെ പേരെന്താണ്? വയവന്ദന കാർഡ് എന്നാണ് കേട്ടോ. വയവന്ദന കാർഡ്. ഈ ഒരു പദ്ധതിയുടെ ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയുടെ ഭാഗമായി വയോധികർക്ക് നൽകുന്ന കാർഡാണ് വയവന്ദന കാർഡ്. ഈ ഒരു പദ്ധതി വഴി പ്രതിവർഷം 5 ലക്ഷം രൂപ വരെ ആരോഗ്യ പരിരക്ഷ ലഭിക്കും. ഈ ഒരു പദ്ധതിയിൽ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്, 5 ലക്ഷം രൂപ വരെ ആരോഗ്യ പരിരക്ഷ ലഭിക്കും. അടുത്തത്, ആവശ്യക്കാർക്ക് ഉച്ചഭക്ഷണം എത്തിക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതിയുടെ പേരാണിത് ലഞ്ച് ബെൽ എന്നത്. ലഞ്ച് ബെൽ. ആവശ്യക്കാർക്ക് ഉച്ചഭക്ഷണം എത്തിക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് ലഞ്ച് ബെൽ. കുടുംബശ്രീയുടെ ഓൺലൈൻ ഉച്ചഭക്ഷണ വിതരണ സംവിധാനത്തിന്റെ പേരാണ് ലഞ്ച് ബെൽ എന്നത്. കുടുംബശ്രീയുടെ ഓൺലൈൻ ഉച്ചഭക്ഷണ വിതരണ സംവിധാനമാണ് ലഞ്ച് ബെൽ. ഈ ഒരു ലഞ്ച് ബെൽ പദ്ധതി അതിന്റെ ആദ്യത്തെ പ്രവർത്തനം നടത്തിയത് എവിടെയാണെന്ന് അറിയാമോ? അത് തിരുവനന്തപുരത്താണ് കേട്ടോ. തിരുവനന്തപുരത്താണ് ആദ്യത്തെ പ്രവർത്തനം. തിരുവനന്തപുരത്താണ്. അതുപോലെ ഹരിതചട്ടം പൂർണ്ണമായിട്ട് പാലിച്ചുകൊണ്ട് സ്റ്റീൽ പാത്രത്തിലുള്ള ഭക്ഷണ വിതരണമാണ് ഈ ലഞ്ച് ബെല്ലിൻ്റെത്. സ്റ്റീൽ പാത്രത്തിലാണ് ഭക്ഷണ വിതരണം നടത്തുന്നത്. ഓക്കെ, നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. 2024 ഏഷ്യ കപ്പ് ഫുട്ബോളിന്റെ വേദി ഖത്തറാണ്. 2024 ചെസ് ഒളിമ്പ്യാഡിന്റെ വേദി ബുഡാപെസ്റ്റ്, ഹംഗറിയാണ്. 2024 പാരാലിമ്പിക്സിന്റെ വേദി പാരീസ്. അടുത്തത്, 70 വയസ്സിന് മുകളിലുള്ള എല്ലാ മുതിർന്നവർക്കും സൗജന്യ ആരോഗ്യ പരിരക്ഷ നൽകുന്ന പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. ഈ ഒരു പദ്ധതിയുടെ ഭാഗമായി വയോധികർക്ക് നൽകുന്ന കാർഡാണ് വയവന്ദന കാർഡ്. വയവന്ദന കാർഡ്. ആവശ്യക്കാർക്ക് ഉച്ചഭക്ഷണം എത്തിക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതി, അതുപോലെ കുടുംബശ്രീയുടെ ഓൺലൈൻ ഉച്ചഭക്ഷണ വിതരണ സംവിധാനം എന്ന് ചോദിച്ചാലും ഉത്തരം എന്താണ്? ലഞ്ച് ബെല്ലാണ്. ആദ്യത്തെ പ്രവർത്തനം തിരുവനന്തപുരത്താണ്. അതുപോലെ ഹരിതചട്ടം പൂർണ്ണമായി പാലിച്ചുകൊണ്ട് സ്റ്റീൽ പാത്രത്തിലുള്ള ഭക്ഷണ വിതരണം നടത്തുന്ന പദ്ധതിയാണ് ലഞ്ച് ബെല്ലിൻ്റെത്. ഓർത്തിരിക്കാം. അടുത്ത സെറ്റ് നോക്കാം. SSLC +2 പഠനം പാതി വഴിയിൽ മുടങ്ങിയവർക്ക് സൗജന്യമായി തുടർ പഠനം നടത്താൻ കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് എന്ത്? ഹോപ്പ് എന്നത്. ഹോപ്പ്, പ്രതീക്ഷ. SSLC +2 പഠനം പാതി വഴിയിൽ മുടങ്ങിയവർക്ക് സൗജന്യമായി തുടർ പഠനം നടത്തുന്നതിന് വേണ്ടി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് ഹോപ്പ് പദ്ധതി. സ്കൂൾ വിദ്യാർത്ഥികളെ പൗരബോധമുള്ള വ്യക്തികളാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ ഹൈക്കോടതി ലീഗൽ സർവീസസ് കമ്മിറ്റി ആവിഷ്കരിച്ച പദ്ധതിയാണ് സംവാദ എന്നത്. സംവാദ. സ്കൂൾ വിദ്യാർത്ഥികളെ പൗരബോധമുള്ള വ്യക്തികളാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ ഹൈക്കോടതി ലീഗൽ സർവീസസ് കമ്മിറ്റി ആവിഷ്കരിച്ച പദ്ധതിയാണ് സംവാദ പദ്ധതി. 2024 പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ ഇന്ത്യക്ക് ലഭിച്ച മെഡൽ ഏതാണ്? വെങ്കല മെഡലാണ്. വെങ്കല മെഡൽ. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഹോക്കിയിൽ ഇന്ത്യക്ക് ലഭിച്ചത് വെങ്കല മെഡലാണ്. തുടർച്ചയായിട്ട് 2ാം തവണയാണ് കേട്ടോ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് മെഡൽ ലഭിക്കുന്നത്. തുടർച്ചയായി 2ാം തവണയാണ് ഇന്ത്യക്ക് ഒളിമ്പിക്സിൽ മെഡൽ ലഭിക്കുന്നത്. ഇനി ഇന്ത്യൻ ഒളിമ്പിക്സ് ടീമിന്റെ ക്യാപ്റ്റൻ ആരാണ്? ഇന്ത്യൻ ഒളിമ്പിക്സ് ടീമിന്റെ ക്യാപ്റ്റൻ ആണ് ഹർമൻപ്രീത് സിംഗ്. ഹർമൻപ്രീത് സിംഗ് ആണ് ഇന്ത്യൻ ഒളിമ്പിക്സ് ടീമിന്റെ ക്യാപ്റ്റൻ. അതുപോലെ ആരാണ് ഗോൾ കീപ്പർ? PR ശ്രീജേഷ് ആണ്. PR ശ്രീജേഷ്. ഇന്ത്യൻ ഒളിമ്പിക്സ് ടീമിന്റെ ക്യാപ്റ്റൻ ഹർമൻപ്രീത് സിംഗ്, ഗോൾ കീപ്പർ PR ശ്രീജേഷുമാണ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഹോക്കിയിൽ സ്വർണം നേടിയത് ആരാണ്? നമ്മൾ പറഞ്ഞു ഇന്ത്യക്ക് വെങ്കലമാണ് ലഭിച്ചത്. സ്വർണം നേടിയത് നെതർലൻഡ്സ് ആണ്. നെതർലൻഡ്സ്. അപ്പൊ നമുക്ക് വെള്ളി നേടിയവരെ കൂടെ നോക്കാം.
വെള്ളി നേടിയത് 2024 പാരീസ് ഒളിമ്പിക്സിൽ ഹോക്കിയിൽ വെള്ളി മെഡൽ നേടിയത് ജർമ്മനിയാണെന്ന് കൂടി അറിഞ്ഞിരിക്കുക കേട്ടോ. ജർമ്മനിയാണ്. സ്വർണ്ണ മെഡൽ നേടിയത് നെതർലൻഡ്സ് ആണ്. അതുപോലെ വെള്ളി മെഡൽ നേടിയത് ജർമ്മനിയാണ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് ലഭിച്ചത് വെങ്കല മെഡലാണ് ഹോക്കി ഇനത്തിൽ. നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. SSLC +2 പഠനം പാതി വഴിയിൽ മുടങ്ങിയവർക്ക് സൗജന്യമായി തുടർ പഠനം നടത്താൻ കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ്? ഹോപ്പ് എന്നതാണ്. ഹോപ്പ് പദ്ധതി. സ്കൂൾ വിദ്യാർത്ഥികളെ പൗരബോധമുള്ള വ്യക്തികളാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ ഹൈക്കോടതി ലീഗൽ സർവീസസ് കമ്മിറ്റി ആവിഷ്കരിച്ച പദ്ധതിയാണ് സംവാദ പദ്ധതി. 2024 പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ ഇന്ത്യക്ക് ലഭിച്ച മെഡൽ ഏതാണ്? വെങ്കല മെഡലാണ്. സ്വർണ്ണ മെഡൽ നേടിയത് ആരാണ്? നെതർലൻഡ്സ് ആണ്. വെള്ളി മെഡൽ നേടുന്നത് ജർമ്മനിയുമാണ്. ഇന്ത്യൻ ഒളിമ്പിക്സ് ടീമിന്റെ ക്യാപ്റ്റൻ ആരാണ്? ക്യാപ്റ്റൻ ഹർമൻപ്രീത് സിംഗ് ആണ്. ഗോൾ കീപ്പർ PR ശ്രീജേഷുമാണ്. ഓക്കെ, അടുത്ത സെറ്റ് നോക്കാം. ബ്രിക്സ് ഉച്ചകോടി 2024 വേദി 2 തവണ PSC ഇപ്പോൾ ഓൾറെഡി ചോദിച്ചു. നമുക്ക് ഒന്നും കൂടെ അത് ഉറപ്പിക്കാം. റഷ്യയാണ്. ബ്രിക്സ് ഉച്ചകോടി 2024 വേദി റഷ്യയാണ്. 2024 നടന്നത് ബ്രിക്സിന്റെ 16ാം ഉച്ചകോടിയാണ്. 2023 ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? അത് ജോഹന്നാസ്ബർഗ് ആണ്. 2024 വേദി റഷ്യ, 2023 ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി ജോഹന്നാസ്ബർഗ് ആണെന്ന് അറിഞ്ഞിരിക്കാം. രാജ്യത്തെ ആദ്യ തീരക്കടൽ കാറ്റാടിപ്പാടം പദ്ധതി നിലവിൽ വന്നത് എവിടെയാണ്? കന്യാകുമാരിയിലാണ് കേട്ടോ. കന്യാകുമാരി. രാജ്യത്തെ ആദ്യത്തെ തീരക്കടൽ കാറ്റാടിപ്പാടം നിലവിൽ വന്നത് കന്യാകുമാരിയിലാണ്. രാജ്യത്ത് ആദ്യമായി മലിനീകരണം തടയാൻ മേഘങ്ങളിൽ രാസവസ്തുക്കൾ നിക്ഷേപിച്ച ക്ലൗഡ് സീഡിംഗ് പദ്ധതി അല്ലെങ്കിൽ ആ ഒരു രീതി പരീക്ഷിക്കുന്ന നഗരം ഡൽഹിയാണ്. ഡൽഹി. രാജ്യത്ത് ആദ്യമായി മലിനീകരണം തടയുന്നതിനായിട്ട് മേഘങ്ങളിൽ രാസവസ്തുക്കൾ നിക്ഷേപിച്ച് ക്ലൗഡ് സീഡിംഗ് രീതി പരീക്ഷിക്കുന്ന നഗരമാണ് ഡൽഹി. ആദിവാസി ജനതയ്ക്ക് ആരോഗ്യ സേവനങ്ങൾ നേരിട്ടെത്തിക്കുക എന്ന ലക്ഷ്യവുമായി സംസ്ഥാന വനം വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്നേഹഹസ്തം. സ്നേഹഹസ്തം. ആദിവാസി ജനതയ്ക്ക് ആരോഗ്യ സേവനങ്ങൾ നേരിട്ടെത്തിക്കുക എന്ന ലക്ഷ്യവുമായി സംസ്ഥാന വനം വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്നേഹഹസ്തം. ഒന്ന് ജസ്റ്റ് റിവൈസ് ചെയ്യാം. ബ്രിക്സ് ഉച്ചകോടി 2024 വേദി എവിടെയാണ്? റഷ്യയാണ്. 2024 നടന്നത് ബ്രിക്സിന്റെ 16ാമത് ഉച്ചകോടിയാണ്. 2023 ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി ജോഹന്നാസ്ബർഗ് ആണ്. രാജ്യത്തെ ആദ്യത്തെ തീരക്കടൽ കാറ്റാടിപ്പാടം പദ്ധതി നിലവിൽ വന്നത് കന്യാകുമാരിയിലാണ്. രാജ്യത്ത് ആദ്യമായി ക്ലൗഡ് സീഡിംഗ് പദ്ധതിയിലൂടെ മലിനീകരണം തടയുന്നതിനായിട്ട് പരീക്ഷണം നടത്തിയിട്ടുള്ള നഗരമാണ് ഡൽഹി. ആദിവാസി ജനതയ്ക്ക് ആരോഗ്യ സേവനങ്ങൾ നേരിട്ടെത്തിക്കുക എന്ന ലക്ഷ്യവുമായി സംസ്ഥാന വനം വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്നേഹഹസ്തം. സ്നേഹഹസ്തം. അടുത്ത സെറ്റ്. ഇന്ത്യയിലെ ആദ്യ അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? കോഴിക്കോടാണ്. കോഴിക്കോട്. ഇന്ത്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം നിലവിൽ വരുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭ ഏതാണ്? ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗരസഭ കൊട്ടാരക്കരയാണ്. കൊട്ടാരക്കര. സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത് ഏതാണ്? കേരള സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്താണ് മലയൻകീഴ് പഞ്ചായത്ത്. മലയൻകീഴ്. ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ എയ്റോ ലോഞ്ച് നിലവിൽ വരുന്നതും കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ എയ്റോ ലോഞ്ച് നിലവിൽ വരുന്നതും കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ്. അതുപോലെ ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളവും കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. അടുത്തത്. കാപ്പ ചുമത്തിയവരെയും പിടികിട്ടാപ്പുള്ളികളെയും പിടികൂടുക എന്ന ലക്ഷ്യത്തോടെ കേരള പോലീസ് ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ആഗ് എന്നത്. ഓപ്പറേഷൻ ആഗ് AAG എന്നതാണ് കേട്ടോ. കാപ്പ ചുമത്തിയവരെയും പിടികിട്ടാപ്പുള്ളികളെയും പിടികൂടുക എന്ന ലക്ഷ്യത്തോടെ കേരള പോലീസ് ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ആഗ്. കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്, റിവൈസ് ചെയ്യാം. ഇന്ത്യയിലെ ആദ്യ അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം നിലവിൽ വരുന്നത് കോഴിക്കോടാണ്.
ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭ കൊട്ടാരക്കരയാണ്. സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത് മലയൻകീഴാണ്. ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തെ ആദ്യത്തെ വിമാനത്താവളം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ എയ്റോ ലോഞ്ച് നിലവിൽ വരുന്നതും കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ്. കാപ്പ ചുമത്തിയവരെയും പിടികിട്ട പുള്ളികളെയും പിടികൂടുക എന്ന ലക്ഷ്യത്തോടെ കേരള പോലീസ് ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ആഗ് എന്നത്. ഓപ്പറേഷൻ ആഗ് 2024 4ാമത് ലോക കേരള സഭയുടെ വേദി എവിടെയാണ്? 2024 4ാമത് ലോക കേരള സഭയുടെ വേദി തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം 2024 4ാമത് ലോക കേരള സഭയുടെ വേദി തിരുവനന്തപുരം. വൈദ്യുതി ഉൽപാദനത്തിനായി കാറ്റാടി യന്ത്രം സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ കടുവ സങ്കേതം ഏതാണ്? അത് നമ്മുടെ പെരിയാർ ടൈഗർ റിസർവ് ആണ് കേട്ടോ. പെരിയാർ കടുവ സങ്കേതം. വൈദ്യുതി ഉൽപാദനത്തിന് വേണ്ടി കാറ്റാടി യന്ത്രം സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ കടുവാ സങ്കേതം പെരിയാർ ടൈഗർ റിസർവ് ആണ്. അടുത്തത് 6ാമത് ആഗോള ആയുർവേദ ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? 6ാമത് ആഗോള ആയുർവേദ ഉച്ചകോടിയുടെ വേദിയാണ് കൊച്ചി. 6ാമത് ആഗോള ആയുർവേദ ഉച്ചകോടിയുടെ വേദി കൊച്ചിയാണ്. ഇനി വയനാട് ദുരന്തത്തിലെ സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനത്തെക്കുറിച്ച് പ്രസിദ്ധീകരിച്ച ഉറ്റവർ എന്ന കവിത എഴുതിയതാരാണ്? പ്രഭാവർമ്മയാണ്. പ്രഭാവർമ്മ. ഓക്കെ, വയനാട് ദുരന്തത്തിലെ സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനത്തെക്കുറിച്ച് പ്രസിദ്ധീകരിച്ച കവിതയാണ് ഉറ്റവർ എന്നത്. ഈ ഉറ്റവർ എന്ന കവിത എഴുതിയത് പ്രഭാവർമ്മയാണ്. അദ്ദേഹത്തിന്റെ രൗദ്രസാത്വികമൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലെ? അപ്പൊ പ്രഭാവർമ്മ എഴുതിയ കവിതയാണ് ഉറ്റവർ എന്നത്. സംസ്ഥാനത്തെ ആദ്യ മറൈൻ ഓഷ്യാനേറിയം നിലവിൽ വരുന്നത് എവിടെയാണ്? അത് കൊല്ലം ജില്ലയിലാണ് കേട്ടോ. കൊല്ലം. സംസ്ഥാനത്തെ ആദ്യത്തെ മറൈൻ ഓഷ്യാനേറിയം നിലവിൽ വരുന്നത് കൊല്ലം ജില്ലയിലാണ്. പ്രശസ്ത സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ സ്മാരകം ഏതാണ്? ആകാശമിഠായി. അത് നിലവിൽ വരുന്നത് ബേപ്പൂരിലുമാണ്. പ്രശസ്ത സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ സ്മാരകമായ ആകാശമിഠായി നിലവിൽ വരുന്നത് ബേപ്പൂരിലാണ്. ബേപ്പൂർ. ഒന്ന് റിവൈസ് ചെയ്യാം. 2024 4ാമത് ലോക കേരള സഭയുടെ വേദി തിരുവനന്തപുരം. വൈദ്യുതി ഉൽപാദനത്തിനായി കാറ്റാടി യന്ത്രം സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യ കടുവ സങ്കേതം പെരിയാർ ടൈഗർ റിസർവ് ആണ്. 6ാമത് ആഗോള ആയുർവേദ ഉച്ചകോടിയുടെ വേദി കൊച്ചിയാണ്. വയനാട് ദുരന്തത്തിലെ സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനത്തെക്കുറിച്ച് പ്രസിദ്ധീകരിച്ച ഉറ്റവർ എന്ന കവിത എഴുതിയത് പ്രഭാവർമ്മയാണ്. സംസ്ഥാനത്തെ ആദ്യത്തെ മറൈൻ ഓഷ്യാനേറിയം നിലവിൽ വരുന്നത് കൊല്ലം ജില്ലയിലാണ്. പ്രശസ്ത സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ സ്മാരകമായ ആകാശമിഠായി നിലവിൽ വരുന്നത് ബേപ്പൂരിലുമാണ്. ഓക്കെ, അടുത്തത് ലാസ്റ്റ് സെറ്റാണ്. തോട്ടിയാർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തോട്ടിയാർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഇടുക്കിയിലാണ്. ഇടുക്കി. തോട്ടിയാർ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജില്ലയിലാണ്. റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നതിനായി സംസ്ഥാന സിവിൽ സപ്ലൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് തെളിമ പദ്ധതി. റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നതിന് വേണ്ടി സംസ്ഥാന സിവിൽ സപ്ലൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് തെളിമ പദ്ധതി. ഏഷ്യയിലെ ആദ്യ കാർബൺ നെഗറ്റീവ് ദേശീയ ഉദ്യാനമാകാൻ ഒരുങ്ങുന്നത് ഇരവികുളം ദേശീയോദ്യാനമാണ്. ഏഷ്യയിലെ തന്നെ ആദ്യത്തെ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനം എന്ന പേര് ലഭിക്കാൻ പോകുന്നത് ആർക്കാണ്? ഇരവികുളം ദേശീയോദ്യാനത്തിനാണ്. കേരളത്തിലെ ആദ്യത്തെ വാട്ടർ സ്ട്രീറ്റ് ടൂറിസം പദ്ധതി ആരംഭിച്ച സ്ഥലം. കേരളത്തിലെ ആദ്യത്തെ വാട്ടർ സ്ട്രീറ്റ് ടൂറിസം ആരംഭിച്ച പദ്ധതിയാണ് മറവൻതുരത്ത്. കോട്ടയം ജില്ലയിലെ മറവൻതുരത്താണ്. മറവൻതുരത്ത്, കോട്ടയം. 2024 അന്തരിച്ച കൊൽക്കത്തയുടെ ചിത്രകാരൻ എന്നറിയപ്പെടുന്ന മലയാളി ആരാണ്? പി തങ്കപ്പൻ നായരാണ്. പി തങ്കപ്പൻ നായർ. കൊൽക്കത്തയുടെ ചിത്രകാരൻ എന്നറിയപ്പെടുന്നത് പി തങ്കപ്പൻ നായരാണ്. ഓക്കെ, അപ്പൊ ഇതൊന്ന് റിവൈസ് ചെയ്താൽ നമ്മൾ കറണ്ട് അഫയേഴ്സ് കംപ്ലീറ്റ് ചെയ്യാണ് കേട്ടോ. തോട്ടിയാർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി ജില്ലയാണ്. റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നതിന് വേണ്ടി സിവിൽ സപ്ലൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് തെളിമ പദ്ധതി. ഏഷ്യയിലെ ആദ്യത്തെ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനമാകാൻ ഒരുങ്ങുന്നത് ഇരവികുളം ദേശീയോദ്യാനമാണ്. കേരളത്തിലെ ആദ്യത്തെ വാട്ടർ സ്ട്രീറ്റ് ടൂറിസം പദ്ധതി ആരംഭിച്ച സ്ഥലം മറവൻതുരത്താണ്, കോട്ടയം. 2024 അന്തരിച്ചിട്ടുള്ള
കൊൽക്കത്തയുടെ ചിത്രകാരൻ എന്നറിയപ്പെടുന്ന മലയാളിയാണ് പി തങ്കപ്പൻ നായർ. ഓക്കെ, അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാവർക്കും ഇത് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എല്ലാവരും നന്നായിട്ട് തന്നെ എക്സാം എഴുതുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്.